2026 ഓഗസ്റ്റ് 20 സിറാജ് എഡിറ്റോറിയൽ. 13കാരിയുടെ കൊട്ടേഷൻ സമൂഹത്തെ ഉണർത്തുന്നത്. മനുഷ്യ മനസ്സാക്ഷിയെ മരവിപ്പിക്കുന്നതാണ് മുത്തച്ഛനെ കൊല്ലാൻ 13കാരി കൊട്ടേഷൻ നൽകിയ സംഭവം. മാത്രമല്ല, കാമുകനും സുഹൃത്തുക്കളും ചേർന്ന് മുത്തച്ഛനെ വധിക്കുന്ന രംഗം വാട്സപ്പ് വീഡിയോയിലൂടെ കണ്ടാസ്വദിക്കുകയും ചെയ്തു ഈ കൗമാരക്കാരി. ആലപ്പുഴ കരുവാറ്റയിൽ ശിവൻകുട്ടി ചെട്ടിയാർ എന്ന 65കാരനാണ് അവരുടെ കൊലക്കത്തിക്ക് ഇരയായത്. പെൺകുട്ടിയുടെ അമിതമായ ഫോൺ ഉപയോഗത്തിലും രാത്രി വൈകി വീട്ടിലെത്തുന്നതിലും മുത്തച്ഛൻ പെൺകുട്ടിയെ ശാസിച്ചിരുന്നുവത്രേ. ഇതോടൊപ്പം മുത്തച്ഛൻ്റെ പക്കലുള്ള സ്വർണം കവർന്ന് ഐഫോൺ വാങ്ങാനും ആൺസുഹൃത്തിന് പുതിയ ബൈക്ക് വാങ്ങിക്കൊടുക്കാനുമുള്ള ആഗ്രഹം കൂടിയാണ് ഈ കൊടും ക്രൂരതയ്ക്ക് പിന്നിൽ. ആലപ്പുഴയിലെ 13കാരിയുടെ മാത്രം കഥയല്ല ഇത്. ഇടുക്കി ഉപ്പുതറയിൽ കൗമാരക്കാരിയായ മകളുടെ വ്യാജ ലൈംഗിക പീഡന പരാതിയിൽ 45കാരനായ സ്വന്തം പിതാവിന് ജയിലിൽ കഴിയേണ്ടി വന്നത് 18 മാസമാണ്. കൗമാര പ്രണയത്തെ എതിർത്തതിനായിരുന്നു പിതാവിനു നേരെ ഈ ക്രൂരത. പരാതി വ്യാജമാണെന്ന് ബോധ്യപ്പെട്ടതിനെ തുടർന്ന് കോടതി ഈ വയോധികനെ വെറുതെ വിട്ടത് 4 ദിവസം മുമ്പാണ്. 2 ആഴ്ച മുമ്പ് കോട്ടയം അതിഥി തൊഴിലാളികളുടെ ക്യാമ്പിൽ കൊട്ടേഷൻ കവർച്ചയ്ക്ക് എത്തിയ പ്രതികളിൽ പ്രായപൂർത്തിയാകാത്ത കുട്ടികളുമുണ്ടായിരുന്നു. സംസ്ഥാനത്ത് പ്രായപൂർത്തിയാകാത്തവർ പങ്കാളികളാകുന്ന കുറ്റകൃത്യങ്ങൾ വർദ്ധിച്ചു വരുന്നതായി പോലീസിൻ്റെയും വനിതാ ശിശുക്ഷേമ വകുപ്പിൻ്റെയും കണക്കുകൾ വ്യക്തമാക്കുന്നു. ഈ സംഭവങ്ങൾ സമൂഹത്തിനു മുമ്പിൽ ഗൗരവതരമായ ചില ചോദ്യങ്ങൾ ഉയർത്തുന്നു. കുട്ടികളുടെ മനസ്സിൽ മനുഷ്യജീവന്റെ വില ഇത്രയും കുറഞ്ഞു പോകുന്നത് എന്തുകൊണ്ട്? നിസ്സാര ആഗ്രഹങ്ങൾ സാധിപ്പിക്കാൻ കൊലപാതകം പോലും മാർഗമായി കാണുന്ന മാനസികാവസ്ഥ എവിടെ നിന്നാണ് കുട്ടികളിൽ രൂപപ്പെടുന്നത്? അവരുടെ പെരുമാറ്റത്തിൽ സംഭവിക്കുന്ന അപകടകരമായ മാറ്റങ്ങൾ തിരിച്ചറിയുന്നതിൽ മുതിർന്നവർ, പ്രത്യേകിച്ച് രക്ഷിതാക്കൾ പരാജയപ്പെടുന്നത് എന്തുകൊണ്ട്? കുറ്റവാളിയായല്ല ഒരു കുട്ടി ജനിക്കുന്നത്. വളരുന്ന സാഹചര്യമാണ് അവരുടെ സ്വഭാവത്തെ രൂപപ്പെടുത്തുന്നതും നല്ലവരും മോശക്കാരും കുറ്റവാളികളുമായി പരിവർത്തിപ്പിക്കുന്നതും. സ്നേഹം ലഭിക്കാത്ത വീടുകൾ, ശ്രദ്ധയില്ലാത്ത മാതാപിതാക്കൾ, പണവും വസ്തുക്കളും സ്നേഹത്തിനു പകരം വെക്കുന്ന രീതി, തെറ്റായ സൗഹൃദങ്ങൾ, ലിബറൽ ചിന്താഗതികൾ, ലഹരി ശൃംഖലകൾ, അക്രമത്തെ ആഘോഷിക്കുന്ന സംസ്കാരം, സിനിമകൾ, ഡിജിറ്റൽ ലോകത്തെ രഹസ്യബന്ധങ്ങൾ തുടങ്ങിയവയാണ് കുട്ടികളുടെ മനസ്സിൽ പൈശാചിക ചിന്തകൾക്ക് ഇടമൊരുക്കുന്ന ഘടകങ്ങൾ. സൈബർ ലോകത്താണ് ഇന്നത്തെ കുട്ടികൾ വളരുന്നത്. അക്രമവും കൊലപാതകങ്ങളും നിറഞ്ഞ ഓൺലൈൻ ഗെയിമുകളും അമിതമായ സോഷ്യൽ മീഡിയ ഉപയോഗവും അവരുടെ മനസ്സിലെ കാരുണ്യവും അനുകമ്പയും ഇല്ലാതാക്കുന്നു. മനുഷ്യരുടെ വേദനയും മരണവും അവർക്ക് കേവലം ഒരു ഗെയിം ടാസ്ക് ആയി മാറുകയാണ്. ചോര ചിന്തുന്നതും ജീവനെടുക്കുന്നതും നേരിൽ കാണുമ്പോൾ പോലും യാതൊരു മാനസിക പ്രയാസവും വിഷമവുമില്ലാത്ത അവസ്ഥയിലേക്കാണ് ഡിജിറ്റൽ ലോകം അവരെ നയിച്ചുകൊണ്ടിരിക്കുന്നത്. അതിക്രമങ്ങളെയും അധോലോക നായകന്മാരെയും ലഹരിയെയും ലിബറലിസത്തെയും ആഘോഷമാക്കുന്ന സിനിമകൾക്കുമുണ്ട് ഇക്കാര്യത്തിൽ പങ്ക്. കുട്ടികളുടെ പ്രവർത്തനങ്ങളും കൂട്ടുകെട്ടുകളും സ്വഭാവത്തിലെ മാറ്റവും ശ്രദ്ധിക്കേണ്ടത് പ്രധാനമായും മാതാപിതാക്കളാണ്. അവർ ജോലി തിരക്കിലും ഡിജിറ്റൽ ലോകത്തുമാകുമ്പോൾ കുട്ടികളെ ശ്രദ്ധിക്കാനോ അവർക്ക് ലഭിക്കേണ്ട സ്നേഹം നൽകാനോ കഴിയാതെ പോകുന്നു. ഫോണിൽ എന്താണ് കാണുന്നത്? ആരുമായാണ് ചാറ്റിംഗ് നടത്തുന്നത്? ഇടക്കാലത്ത് പെരുമാറ്റത്തിൽ എന്തെങ്കിലും മാറ്റങ്ങളുണ്ടോ എന്നൊന്നും നിരീക്ഷിക്കാൻ രക്ഷിതാക്കൾക്ക് സമയമില്ല. കുട്ടികൾക്ക് മാതാപിതാക്കളുമായി തുറന്നു സംസാരിക്കാനോ സങ്കടങ്ങൾ പങ്കുവെക്കാനോ ഉള്ള അന്തരീക്ഷം പോലുമില്ല പല വീടുകളിലും. കുട്ടികളുടെ കൈകളിൽ മൊബൈൽ ഫോൺ എത്തുന്നതിന് മുമ്പ് രക്ഷിതാക്കൾ അവരിൽ മൂല്യബോധം വളർത്തിയെടുക്കേണ്ടതുണ്ട്. അവർക്ക് പണം നൽകുന്നതിന് മുമ്പ് ഏതെല്ലാം കാര്യങ്ങളിൽ ചെലവഴിക്കണമെന്ന് ബോധവാന്മാരാക്കുകയും ഉത്തരവാദിത്വബോധം വളർത്തിയെടുക്കുകയും വേണം. വിദ്യാലയങ്ങളാണ് കുട്ടികളുടെ സ്വഭാവമാറ്റം ശ്രദ്ധിക്കേണ്ട മറ്റൊരിടം. പഠനത്തിൽ പെട്ടെന്നുള്ള ഇടവ്, ഇടയ്ക്കിടെ ക്ലാസ്സിലെ അസാന്നിധ്യം, അക്രമ സ്വഭാവം, അമിതമായ രഹസ്യ സ്വഭാവം, അധ്യാപകരോടുള്ള അസാധാരണമായ പ്രതികരണം തുടങ്ങിയവ കുട്ടികളിലെ സ്വഭാവ വൈകല്യങ്ങളിലേക്കുള്ള സൂചനകളാണ്.
അത്തരം കുട്ടികളെ പ്രത്യേകം നിരീക്ഷിക്കുകയും കൗൺസിലിങ്ങിന് വിധേയമാക്കുകയും ചെയ്യേണ്ടതുണ്ട്. നമ്മുടെ വിദ്യാലയ സംവിധാനത്തിൽ പഠന പ്രശ്നങ്ങൾ, പരീക്ഷാഫലം, കരിയർ തിരഞ്ഞെടുപ്പ് തുടങ്ങിയ വിഷയങ്ങളിൽ പരിമിതപ്പെടുകയാണ് കൗൺസിലിംഗ്. ഇത് കുട്ടികളുടെ മാനസികാവസ്ഥയും കുടുംബ പശ്ചാത്തലവും സാമൂഹിക ബന്ധങ്ങളും പരിശോധിക്കുന്ന സംവിധാനം കൂടിയാകണം. കുട്ടികളെ പരീക്ഷയ്ക്ക് സജ്ജമാക്കുക മാത്രമല്ല, വഴിതെറ്റാതെ ജീവിക്കാൻ തയ്യാറാക്കുക എന്നതുകൂടി വിദ്യാലയങ്ങളുടെ ഉത്തരവാദിത്വമായി കാണണം. കളിച്ചും ചിരിച്ചും വളരേണ്ട, പുസ്തകങ്ങളിലും വിദ്യാലയമുറ്റങ്ങളിലും വിഹരിക്കേണ്ട കൗമാരക്കാരായ വിദ്യാർത്ഥികളിൽ എങ്ങനെയാണ് കൊടും കുറ്റവാസനകൾ വളർന്നു വരുന്നതെന്നും ഏത് വിധമാണ് അധോലോക മാഫിയകളുടെയും കൊട്ടേഷൻ സംഘങ്ങളുടെയും ആയുധങ്ങളായി മാറുന്നതെന്നും ആഴത്തിൽ പഠിച്ച് പരിഹാരം കാണേണ്ട വിഷയമാണ്. ആലപ്പുഴയിലെ 13കാരിയുടെ കൊടും ക്രൂരത ഇതിന് അവസരമൊരുക്കട്ടെ.